തക്കാളി ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 3 തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു സവോള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ 2 തക്കാളി നമ്മൾ മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ബിരിയാണി പട്ടയും, നമ്മളിതിലിപ്പോൾ പട്ടയുണ്ട്, പട്ടയും ഇത് മാത്രമേ ഉള്ളൂ. ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും തക്കാളി മുറിച്ച് വെച്ച് തക്കാളിയും ചേർത്ത് കൊടുക്കാം. കറുവേപ്പിൻ്റെ ഇലയും. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചോറ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വതങ്ങിയിട്ട് നമുക്ക് ചോറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാലഡ്